എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തനി നാടൻ പലഹാരമാണ്. ഇതുപോലൊരു പലഹാരം തയ്യാറാക്കിയാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇനിയിപ്പോൾ 4 മണിക്ക് നല്ല ചൂട് കട്ടൻ ചായയോടൊപ്പം സെർവ് ചെയ്യാനും ഇത് തന്നെ മതിയാകും. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ എല്ലാ വീടുകളിലും ഏത്തപ്പഴം കറുത്തു തുടങ്ങിയാൽ അത് വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ്. ഇനിയിപ്പോൾ ആരും പഴമൊന്നും കളയല്ലേ. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനും നല്ല ഹെൽത്തിയാണ്. ഇനിയിപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ധൈര്യമായിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വെന്ത നാടൻ പലഹാരം തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നാടൻ പലഹാരം തയ്യാറാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 2 നല്ലപോലെ പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഈ ഒരു പലഹാരം തയ്യാറാക്കുമ്പോൾ നല്ല പഴുത്ത പഴമാണ് എടുക്കേണ്ടത്. നമ്മുടെ പഴം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പഴം വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള പഴം ഈ ഒരു പാനിലേക്ക് ചേർക്കാം. പഴം പാനിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി പഴവും നെയ്യും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നാടൻ പലഹാരമാണ് കേട്ടോ. അങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴറ്റുന്ന പഴത്തിലേക്ക് 1 കപ്പ് അളവില് നാളികേരം തിരുമിയത് കൂടെ ചേർക്കാം. നാളികേരം ചേർക്കുവാണ്. നാളികേരം കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. പഴവും നാളികേരവും ഒക്കെ ഒന്ന് ചെറുതായിട്ട് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. ഓവറായിട്ടൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇതുപോലൊരു പാകമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1.5 കപ്പ് അളവില് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവില് നല്ല ജീരകം ചേർക്കണം. ഇനി തിളക്കുന്ന വെള്ളത്തിലേക്ക് 3/4 കപ്പോളം ശർക്കര പൊടി കൂടെ ചേർക്കാം. നിങ്ങൾക്കിപ്പോ ശർക്കര പൊടി ഇല്ലെങ്കിൽ വെള്ളത്തിന് പകരമായിട്ട് ശർക്കര പാനിയായിട്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ശർക്കരപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പഴവും ശർക്കരപ്പൊടിയും നാളികേരവും ഒക്കെ എല്ലാം കൂട്ടി ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് ഈ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതുപോലെ തന്നെ പഴം ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചുകൂടി എടുക്കണം. ഉടഞ്ഞു കിട്ടുന്നത് വരെയും നമുക്ക് ഈ ശർക്കര പാനിയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി നല്ലതുപോലെ തന്നെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പലഹാരത്തിന്റെ മധുരം ബാലൻസ് ആകാനും വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴം നല്ലതുപോലെ ഒന്ന് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 300 ഗ്രാം അളവിൽ ഗോതമ്പ് പൊടി ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പൊടിയും ഈ ഒരു പഴവും കൂട്ടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി തവി വെച്ച് തന്നെ നമുക്ക് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടി കുഴച്ചെടുക്കാൻ നേരത്ത് വെള്ളം പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചൂടോട് കൂടി തന്നെ ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഈ ഒരു പഴം ചൂടാക്കിയിട്ട് അതിലേക്ക് പൊടി ഒന്ന് ചേർത്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇതെല്ലാം ഒന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് ഈ കൂട്ടിന്റെ ഒരു ചൂടൊന്ന് ആറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പൊടിയുടെ ചൂടിപ്പോ ആറി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് റാഗിപ്പൊടി ചേർക്കാം. ഇനിയിപ്പോ അരിപ്പൊടി ചേർക്കാം. ഇതുമല്ലെങ്കിൽ റവ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പൊടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നനവ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പൊടി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ കൈ ഉപയോഗിച്ചാൽ ഒന്ന് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പൊടി ഞാനിവിടെ ഇതുപോലെ മയത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയിൽ നിന്നും കുറേശ്ശെ അളവില് ഒന്ന് ബോളാക്കി എടുക്കാം. ഇതുപോലെയാണ് ഞാനിവിടെ ബോളാക്കി എടുത്തിട്ടുണ്ടത്. ഞാനിപ്പോ ഈ ഒരു പലഹാരം നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ട് ഇതുപോലൊരു ഷേപ്പറിൽ വെച്ച് ഈ ഒരു രീതിയിലേക്കൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. കണ്ടോ? ഒരെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതുപോലെ നടുഭാഗത്തേക്ക് ഇതുപോലെ ഉരുട്ടി വെക്കുക. ഇങ്ങനെ വലിക്കുമ്പോഴേക്ക് ഇത് ക്ലോസ് ആകും. കണ്ടോ? എന്നിട്ട് ഇങ്ങനെ നെക്കി കൊടുക്കുക. ഈ ഒരു ഷേപ്പിലാണ് നമുക്കിവിടെ ആയി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് വരാം. ഇനി ഒരു ആവിപാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഷേപ്പാക്കി വെക്കുന്ന ഓരോ പലഹാരവും ഇതുപോലെ ഒന്ന് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ പലഹാരം ഇവിടെ എല്ലാം ഷേപ്പാക്കി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുത്താണ് ഈ ഒരു പഴക്കൂട്ട് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും നമുക്ക് വേവിച്ചെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യവും വരുന്നില്ല. ഇനി മൂടി വെച്ച് കൊടുക്കാം. ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെയും നമുക്കൊന്ന് വെയിറ്റ്
സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നു നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ പലഹാരം എല്ലാം നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആവി പാത്രത്തിൽ നിന്നും താഴേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കി നോക്കാനും, വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.